Watch full episodes on Jio Hotstar. എനിക്ക് സ്കേറ്റ് ചെയ്യണം. ഓഹോ, നല്ല രസമുണ്ടല്ലോ. ഹായ്, കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ട്. അല്ല, ഞാനിത് എവിടെയാണ് എത്തിയത്? ഞാനെന്തായി കാണുന്നത്? ലേക്കിനടിയിൽ ഇത്രയും ഡയമണ്ട്സോ? പത്തുലൂനോട് ഇത് വിളിച്ചു പറയണല്ലോ. പത്തുലു നോക്കൂ, ലേക്കിനടിയിൽ ഡയമണ്ട്സ് ആണ്, ഡയമണ്ട്സ്. ഇതുവരെയായിട്ട് ആരും തന്നെ ഇത് ശ്രദ്ധിച്ചിട്ടില്ല. അത് ഇത് ഉറങ്ങേണ്ട സമയമല്ലേ? നീ ഇപ്പൊ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പത്തുലു, ഞാൻ ഇവിടെ നീ ഡയമണ്ട്സ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണ്ടേ നമുക്കും കോടീശ്വരനാവാൻ. അടുത്തത് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു ഐഡിയയും ഇല്ല. അച്ഛാ, എവിടെയാ വിളിച്ചിരിക്കുന്നേ? ഓക്കെ, ഞാൻ എന്റെ ബർത്ത്ഡേക്ക് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു ഹ്യൂമൻ കേക്ക് ഉണ്ടാക്കി തരാൻ പോവുകയാണ്. സന്തോഷമായോ? ഹ്യൂമൻ കേക്കോ? പ്രോമിസ്. ഇന്ന് നിങ്ങൾക്ക് ഇര പിടിക്കുന്നതിനെ കുറിച്ചുള്ള വളരെയധികം കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. ശ്രദ്ധിക്കൂ, ആദ്യത്തെ ലെസൺ: ഇരയുടെ പുറകെ പതിയെ ശബ്ദമുണ്ടാക്കാതെ ഇങ്ങനെ ചെല്ലണം. ഒട്ടും ഒച്ചയുണ്ടാക്കാൻ പാടില്ല. ഹായ് പത്തുലു, നീ വന്നു. കണ്ടില്ലേ എന്തുമാത്രം ഡയമണ്ട്സ് ആണ് ഇതിന്റെ അടിയിൽ കിടന്ന് തിളങ്ങുന്നതെന്ന്. നീ ഇത് എവിടെയാണ് മോട്ടു? നീ എവിടെയാ മോട്ടു? നിന്റെ പുറകിൽ നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. എന്താ മോട്ടു? അല്ല പത്തുലു, നീ അവിടെയാണോ? അപ്പൊ എന്റെ പുറകിൽ നിൽക്കുന്നത് ആരാണ്? പത്തുലു, പത്തുലു, രക്ഷിക്കണേ. മോട്ടു, ഇനി ഫാസ്റ്റ് ആയിട്ട് ഓട്. ഇത് മോട്ടുപത്തിന്റെ ശബ്ദമാണല്ലോ. നമുക്ക് ഓടിയേക്കാം. എല്ലാവരും ഓടിക്കോ, കരടി വരുന്നേ. അല്ല, നിങ്ങളെന്താ നോക്കിക്കൊണ്ട് നിൽക്കണേ? ആ കരടിയുടെ പുറത്ത് ടോർച്ചിന്റെ ലൈറ്റ് അടിച്ചാൽ മതി. പെട്ടെന്ന് രക്ഷിക്കണേ. എല്ലാവരും ഓടിക്കോ, കരടി വരുന്നേ. ഓടിക്കോ, കരടി വരുന്നേ. താങ്ക് യു പത്തുലു. സോറി, ഞാൻ ഡയമണ്ട് എടുക്കുന്ന തിരക്കില്ലേ കരടി വന്ന് നിന്നത് പോലും മറന്നുപോയി. ദേ, ഇത് കണ്ടില്ലേ? ലേക്കിനടിയില് ഡയമണ്ട്സ് ആണ്, മുഴുവനും ഡയമണ്ട്സ്. അതേ, ഡയമണ്ട്സ് ലേക്കിലല്ല, അത് ആകാശത്തിലാണ്. അതാ നോക്ക്, ആകാശത്തിലെ സ്റ്റാർസ് ആണ് നിനക്ക് ഡയമണ്ട്സ് ആയിട്ട് കണ്ടത്. അതിന്റെ റിഫ്ലക്ഷൻ ലേക്കിൽ അടിച്ചപ്പോ നിനക്ക് ഡയമണ്ട്സ് ആയിട്ട് തോന്നിയതാണ്. സോറി പത്തുലു. സാറേ, ഇവിടെ രാത്രിയിൽ ഒരിക്കലും ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുത്. ഈ പോളാർ ബെയർ മനുഷ്യന്മാരെ പിടിച്ചിട്ട് തിന്നുകളയും. ഇതുകൂടാതെ വേറെയും കുറെ മൃഗങ്ങളുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഇനി ഇര പിടിക്കുന്നതിന്റെ രണ്ടാമത്തെ ലെസൺ ഞാൻ പറഞ്ഞു തരാം. വേട്ടയാടുന്ന ഇരയെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനും പാടില്ല. കാരണം അത് തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടുവല്ലോ. പക്ഷെ അതിലൊന്നും നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. അത് മാത്രമല്ല, മനുഷ്യന്മാരുടെ കയ്യിൽ ഇത്രയും വലിയ ആയുധങ്ങളും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ അവരിൽ നിന്നും നല്ല ദൂരം പാലിക്കണം. ഇന്ന് നിങ്ങൾ രണ്ടുപേരും കണ്ടില്ലേ അവരെന്റെ ദേഹത്തേക്ക് വെളിച്ചമടിച്ചത്? ഇല്ല മക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നൊരു ഹ്യൂമൻ കേക്കിന്റെ കാര്യം പ്രോമിസ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ അവനെ പിടിച്ച ശേഷമേ വരുന്നുള്ളൂ. അതിനുവേണ്ടി എന്ത് സമയമെടുത്താലും ശരി.
ഗുഡ് മോർണിംഗ് മോട്ടു സാറേ. ഗുഡ് മോർണിംഗ് പോൾ. എല്ലാരും വിളിച്ചെണീപ്പിച്ചോളൂ. ഇന്ന് നമുക്ക് വലിയൊരു റോഡ് ട്രിപ്പിന് പോകാനുള്ളതാ. നമ്മൾ ഇവിടുന്ന് സെർമിറ്റ് വില്ലേജ് വരെയാണ് പോകാൻ പോണേ. പത്തലു, വലിയേട്ടാ, ഗസീട്ടാറാം, വേഗം വരൂ. ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഓ, എന്തൊരു ഭക്ഷണമാണിത്. ആരാ ഈ ടേബിൾ വലിച്ചോണ്ട് പോകുന്നത്? പത്തലു, വേഗം വരൂ. ആരോ നമ്മുടെ ഭക്ഷണം മോഷ്ടിച്ചോണ്ട് പോകുന്നു. ഓടി വാ. ഇല്ല. മോട്ടു, മോട്ടു. രക്ഷിക്കണേ പത്തലു. വാവ് അച്ഛാ, നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തു. ഇന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്. വേട്ടയാടുമ്പോൾ വളരെയധികം ക്ഷമ നമ്മൾക്കുണ്ടായിരിക്കണം. ഒരിക്കലും ധൃതി പിടിക്കാൻ പാടില്ല. മോട്ടു, ഇതാ പിടിച്ചോ. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. അച്ഛാ, നമ്മുടെ കേക്ക്. അതേ, നീ ആ ആപ്പിൾ എടുത്ത് കഴിക്ക്, അല്ലെങ്കിൽ നീ അതിനെ തുപ്പിക്കളയെങ്കിലും ചെയ്യ്. ആ കരടി എന്തിനാ എന്നെ കൊല്ലാൻ നോക്കിയത്? ഞാൻ അതിന് എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഇവിടുത്തെ കരടികൾ വളരെ ഈഗോ ഉള്ളവരാണ്. അതിന്റെ ഇരയെ ആരെങ്കിലും തട്ടിയെടുത്താ അത് ഭയങ്കര ഈഗോ ആയിട്ട് അങ്ങ് എടുക്കും. പിന്നെ അതിന്റെ ഇരയെ തട്ടിയെടുത്ത ആളിന്റെ പുറകെ അങ്ങോട്ട് കൂടിക്കോളും, അയാളെ തിന്നുന്നണം വരെ. എന്താണോ പറയുന്നത് പത്തലു? ഇന്നലെ മുഴുവൻ ഞാൻ ശരിക്കും ഉറങ്ങാത്തത് കൊണ്ട് ഭയങ്കര ക്ഷീണം. അതുകൊണ്ട് എനിക്കിപ്പോ നല്ല ഉറക്കം വരുന്നുണ്ട് പത്തലു. നല്ലൊരു ലൊക്കേഷൻ വന്നാൽ മാത്രം എന്നെ എഴുന്നേൽപ്പിച്ചാ മതി കേട്ടോ. ഇത് നോക്കൂ, ഇത് ബ്ലോസി ലേക്കാണ്. ഇത് വളരെ സുന്ദരമായ ഒരു ലേക്കാണ്. ഇവിടെ ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ കയ്യിൽ സമയമില്ല. കാരണം കാലാവസ്ഥ മോശമാണ്. പോരാഞ്ഞിട്ട് സൺസെറ്റിന് മുമ്പ് നമ്മൾ സെർമെറ്റിൽ എത്തുകയും ചെയ്യണം. പിന്നെ സ്നോ സ്റ്റോം ഉണ്ടാവാനും സാധ്യതയുണ്ടെന്ന് കേട്ടു. പൊളിച്ചെടുത്തല്ലോ മോട്ടോ. ഞങ്ങള് കണ്ട മനോഹരമായ ലേക്ക് നീ മിസ് ചെയ്തുട്ടാ. കാണാൻ എന്ത് നല്ലൊരു ഭംഗിയുള്ള ലേക്കായിരുന്നു. എന്തുകൊണ്ടാ പിന്നെ എന്നെ നിങ്ങൾ വിളിക്കാതിരുന്ന് കളഞ്ഞത്? കാരണം നിങ്ങൾ നല്ലൊരു ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ട് നിങ്ങളെ വിളിച്ചില്ല. ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയല്ല വന്നത്, ഞാൻ ചുറ്റിക്കാണാൻ വേണ്ടിയാണ് വന്നത്. ഹൗസിലേക്ക് എന്തുകൊണ്ടാ എന്നെ കാണിക്കാഞ്ഞത്? ഉത്തരം പറ. ആൻസർ മീ. ചേട്ടാ, ഡോണ്ട് ടച്ച് മീ, ഓക്കെ? നിങ്ങൾക്ക് എന്നെ തല്ലാൻ പറ്റില്ല. ഞാൻ പോവാണ്. നിങ്ങൾക്ക് ഇനി പോണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊക്കോ. ഞാൻ ആരോടെങ്കിലും ലിഫ്റ്റ് ചോദിച്ചിട്ട് ഞാൻ മുന്നോട്ട് പൊക്കോളാം. എനിക്ക് നിങ്ങളോട് ഇന്ന് യാത്ര ചെയ്യണ്ട. ചേട്ടാ, എന്റെ ചങ്കന്റെ ബ്രോ, നിക്ക് നിക്ക് നിക്ക്. ഞാൻ പുറകോട്ട് പോവില്ല, ഞാൻ മുന്നോട്ടേ പോവുള്ളൂ. പിന്നെ വെതർ അപ്ഡേറ്റും വന്നിട്ടുണ്ട്. ഇന്ന് ഒത്തിരി കൊടുങ്കാറ്റ് ഉണ്ടാകുന്ന സമയമാ. എല്ലാവരും ഒന്ന് പെട്ടുപോകും. അതേ മോട്ടു, അയാളെ ഒന്ന് നിർത്ത്. അയാളില്ലാതെ നമുക്ക് എങ്ങോട്ടും പോകാൻ കഴിയില്ല. നമുക്ക് ഒരു സ്ഥലവും അറിയില്ലല്ലോ. എനിക്ക് ഗ്ലൗസിലേക്ക് കാണണമായിരുന്നു. ഡോക്ടർ ജട്ക, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഈ കാറിനെ ഇവിടുന്ന് പറത്തിക്ക്. ആദ്യം നമുക്ക് കാറിനെ പറത്താം. അത് കഴിഞ്ഞ് മോട്ടുവിനെ ആ ലേക്ക് കാണിച്ചിട്ട് വേഗം തന്നെ തിരിച്ചു വരികയും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പെട്ടുപോകും. ശരി ശരി, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഞാൻ ഇപ്പൊ തന്നെ എന്തെങ്കിലും ചെയ്തേക്കാം. അയ്യോ, എന്റെ കാറ്! എന്റെ കാറ് പറക്കുകയും ചെയ്യോ? ഇതെനിക്കറിയില്ലായിരുന്നല്ലോ. അതെ, നിക്ക്, ഞാനും വരുന്നേ. അല്ല, എന്റെ കാർ എങ്ങനെയാ നിങ്ങൾക്ക് പറപ്പിക്കാൻ സാധിച്ചേ?
നമ്മുടെ ഡോക്ടർ ജഡ്കയിലെ അദ്ദേഹം വലിയൊരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിനെ കൊണ്ട് എന്തും ചെയ്യാൻ കഴിയും. അത് ശരി, എന്നാ പിന്നെ ഞാൻ പറപ്പിക്കട്ടെ. ഒന്നും മാറിയിരുന്നു. ഞാൻ എന്റെ കാർ ഒരിക്കലും പറപ്പിച്ചിട്ടില്ല. എന്റെ വണ്ടി സൂപ്പറായിട്ട് പറക്കണുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് മേഘങ്ങളെ തൊടാൻ പറ്റണുണ്ട്. ഈ ലോകം മുഴുവൻ ഞാൻ കറങ്ങും ഇതുപോലെ പറന്ന്. നല്ല രസമുണ്ട്. നിനക്ക് ഇനി സൂഹിക്കണമെന്നുണ്ടോ? ഉടൻ തന്നെ എന്നെ ആ ലേക്കിന് മുകളിൽ എത്തിക്കാൻ നോക്ക്. എനിക്ക് ആ ലേക്കിനെ ശരിക്കും ഒന്ന് കാണണം. ശരി ശരി, നിങ്ങളെ ഇനി എവിടെ വിടലും ഞാൻ. Watch India's largest kids library only on Geo Hotstar. Download the app now.